ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്നാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് തീയതി. എന്തിന്റെയാണ്? യെസ്, നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൈനിറയെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അതായത് +2കാർക്ക്, അതുപോലെ 7th പാസ്, SSLC ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തേക്കുക. ദെൻ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം നല്ലൊരു പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. www.challengerApp.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം. ഇനി നമ്മുടെ പോസ്റ്റുകൾ, നിങ്ങൾ ഏതൊക്കെ പോസ്റ്റുകളിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്? പ്രധാനമായിട്ടും ലോവർ ഡിവിഷൻ ക്ലർക്ക് ആയിരുന്നു. കാറ്റഗറി നമ്പർ 01/2025 +2 ആയിരുന്നു ഇതിന്റെ ക്വാളിഫിക്കേഷൻ. DC ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, കമ്പ്യൂട്ടർ നോളജേ പറഞ്ഞിട്ടുള്ളൂ. സോ KDRBയുടെ സൈറ്റ് വഴി ഇനിയും ലോവർ ഡിവിഷൻ ക്ലർക്കിന് ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. കാറ്റഗറി നമ്പർ 01/2025. ദെൻ സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 03 ദെൻ 03/2025 ആണ് ഉള്ളത്. അപ്പൊ അത് കാറ്റഗറി നമ്പർ 03/2025. അതിനും 7ാം ക്ലാസ് ആണ്. ലിഫ്റ്റ് ബോയ്, അതുപോലെ റൂം ബോയ് 07/2025. ലാബ് ക്ലീനർ 14/2025. ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണ്. ആയുണ്ട് 30/2025. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കായിരുന്നു ആയ. 30 നമ്മുടെ വനിതകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. ആയ എന്ന് പറയുന്ന പോസ്റ്റ് 7ാം ക്ലാസ് പാസ്സാണ്. ഓഫീസ് അറ്റൻഡന്റ് അവിടെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് 31/2025. സ്വീപ്പർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള സ്വീപ്പർ ഉണ്ടായിരുന്നു 32/2025. ലാബ് അറ്റൻഡർ ഉണ്ടായിരുന്നു അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്. SSLC ആണ് 33/2025. പിന്നെ അവിടുത്തെ ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്കൂളിലും വരുന്നുണ്ടായിരുന്നു 34/2025 SSLC. പിന്നെ KG ടീച്ചേഴ്സിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഫോണിൽ നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കഫേയിലോ അക്ഷയ സെന്ററിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അപ്ലൈ ചെയ്ത് തരും. KDRBയുടെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളൊന്നും പ്രത്യേകിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഈ 7th പാസ് നമ്മൾ ഡിഗ്രി +2 ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് 7th പാസ് ഉള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ 10th സർട്ടിഫിക്കറ്റ് ഇക്വലന്റ് വെച്ച് അങ്ങ് ചെയ്താൽ മതി. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ പിന്നീട് അവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്, അതായത് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കൊടുത്താൽ മതിയാകും. സോ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. www.challengerApp.in നമ്മുടെ വെബ്സൈറ്റ്, ഇതിലേക്ക് നിങ്ങൾ ചെല്ലുക. നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ് കാണാം ഇവിടെ. അപ്പൊ ഇവിടെ ദേവസ്വം ബോർഡിന്റെ റൂം ബോയും ഉണ്ട്, അതുപോലെ ദേവസ്വം LDC ബാച്ചും അവൈലബിൾ ആണ്. സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തതോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട്. മോക്ക് ടെസ്റ്റ്, റിവിഷനും മെന്റർ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാ ജസ്റ്റ് നോക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ അറിയാം. ജോയിൻ കോഴ്സ് കൊടുക്കുക. അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട ഡിസ്കൗണ്ട് കോഡ് സജിത SAJITH എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്. 1999 എന്ന ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 1999 കോഴ്സ് ഫീ ആവുന്നുള്ളൂ. റൂം ബോയും ഇതേ രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. എന്തായാലും എക്സാം ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒരു ജൂണില്ല, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ടൈമിലൂടെ എക്സാം ഉണ്ട്. സോ ഒരു 3 മന്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇനി ഇവിടെ എല്ലാം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഒരു മിനിറ്റ് പോലും നിങ്ങൾ വെറുതെ കളയാതെ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം മാക്സിമം പഠനത്തിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആദ്യ റാങ്കുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ഇനി എപ്പോൾ വന്നാലും നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കും. ദെൻ ട്രാവൻകൂറിന്റെ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും LDC ആണെങ്കിലും അതേപോലെ തന്നെ സ്റ്റോർ റൂം ഗാർഡിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനുണ്ട്. അപ്ഡേഷൻ ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം.